ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലത്തെ കുറച്ച് പണിയും തിരക്കുകളും തന്നെയാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കണത്. തലേ ദിവസം തന്നെ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചു. അതിലേക്ക് പച്ചമുളകും കീറിയിട്ടു കേട്ടോ, 2 പച്ചമുളകും കീറിയിട്ടു കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തു കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച മാവ് നോക്കാം കേട്ടോ. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇഡലിയോ ദോശയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എപ്പോഴും ഞാനാദ്യം ഇഡലിയാണ് ഉണ്ടാക്കാറുള്ളത്, ദോശ ഉണ്ടാക്കൽ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇഡലി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാനെന്താ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ ഇളക്കി വെച്ചു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മാവ്. അപ്പോഴേക്കും എന്താ ഗ്രീൻ പീസ് കറിയൊക്കെ അതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ചീനച്ചട്ടിയിലാണ് വെക്കണത്. അതിലോട്ട് കുറച്ച് തേങ്ങയും അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും ഞാനിത് ഒരു പ്രാവശ്യം ഇഡലി ഉണ്ടാക്കി വെച്ചു. കറിയൊക്കെ ആയി കേട്ടോ. ഇനി ഇതാ ഇഡലിയും കറിയൊക്കെ ആയി കഴിഞ്ഞു രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ സ്വത്തുത സൈക്കിൾ ഓടിക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള മീൻ കറിയും ഒക്കെ വയ്ക്കണം, മീൻ വറക്കൊക്കെ ചെയ്യണം. സ്വത്തുത സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞാവേനെ എടുത്തിട്ട് സ്വത്തുവിൻ്റെ പിന്നാലെ പോയതാണ്. ഇതാ ഇവിടെ ഒരു പൂച്ചക്കൂടുണ്ട്, പൂച്ച പ്രസവിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. സ്വത്തുത തിരിച്ചു വന്നു. അങ്ങനെ ഇതാ പൂച്ചക്കൂട് കാണിച്ചു തരാം. അമ്മ പൂച്ചയും അച്ഛൻ പൂച്ചയൊക്കെ പുറത്ത് പോയിരിക്കുകയാണ്. കുട്ടികൾ മാത്രമേ ഉള്ളൂ, 3 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. ഇവിടെ നിറയെ ചെമ്പരത്തിപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സ്വത്ത് അവിടെ തന്നെ സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ. ഗേറ്റിന് പുറത്തൊന്നും ഞാൻ പോവാറില്ല. കുഞ്ഞാവേനെ ഞാൻ എടുത്ത് നടക്കുകയാണ്. സൈക്കിൾ ഓടിക്കുന്ന കാണുമ്പോൾ കുഞ്ഞാവയ്ക്ക് നല്ല സന്തോഷമാണ്. സൈക്കിളിൻ്റെ ബെല്ലൊക്കെ അടിക്കുമ്പോൾ നല്ല ചിരിയാണ്. അങ്ങനെ ഇതാ സ്വത്തുവിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. സ്വത്ത് ഇതാ സൈക്കിളുമായിട്ട് അവിടെ തിരിച്ചെത്തി കേട്ടോ. സ്വത്തു അങ്ങനെ റൂമിൽ കയറിപ്പോയി. എന്താ ഇവിടെ ഒരു ചെടിയുണ്ട്, കാണിച്ചു തരാം. ഒരു വെള്ളപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുഞ്ഞാവ് ഉറങ്ങിയപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ച് മീൻ കറിയും മീൻ വറക്കുകയും ചെയ്തു സ്വത്തുവിന് കഴിക്കാൻ കൊടുത്തു.